ഹായ് ഗൈസ്, സോ നിങ്ങളുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ യൂഷ്വലി അത് ഫുള്ളായിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു 1.5 hours വീഡിയോ ആയിരിക്കും മേ ബി അത് വരുന്നത്. ബട്ട് അതിനെ പാർട്ടാക്കി ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എനിവേസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജിനെ കുറിച്ചിട്ട് വളരെ ചെറുതായിട്ടില്ല ലൈറ്റായിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, സോ മേ ബി ബിഗിനർ കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ SMC കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ നിൽക്കുന്നതായിരിക്കാം, ഫ്രഷേഴ്സ്. എനിവേസ് നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ചാപ്റ്റർ മനസ്സിലാവണമെങ്കിൽ ഒരുപാട് ടൈം ഇതിലോട്ട് ഇടേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇന്നലെ നിർത്തി വെച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി വെച്ചത് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ കുറച്ചും കൂടി നമ്മൾ പറയാനുണ്ട്. വേറൊന്നുമില്ല, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ലോയിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്പെസിഫിക് ഏരിയ എത്തിയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആവും, പിന്നെ അവിടെ നിന്ന് അടുത്തൊരു വിക്ക് ക്രിയേറ്റ് ആവും. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. വീഡിയോ വൃത്തിയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു 1 minute പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അതിലെന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രയൽ അക്കൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1 second വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, സോ എനിവേസ് നമുക്ക് സൈക്കോളജി കാര്യത്തിൽ കുറച്ചും കൂടി പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോഡി ടു വിക്ക് റേഷ്യോ. ഇവിടെ ഇപ്പോൾ ഇത്ര ഒരു ബോഡിയാണുള്ളത്, ഇതിപ്പോൾ ഇത്ര ഒരു ബോഡിയാണുള്ളത്. അത് കഴിഞ്ഞ് വിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് താഴെ വരെ ഇത്ര ഒരു വിക്ക് ഉണ്ട്. ഈ ഒരു സെനാറിയോ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എനിക്ക് പറയാൻ പറ്റും, ഈവൻ ദോ ഇതൊരു ഇപ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് സങ്കല്പിക്കുക. ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇങ്ങി വരെ വന്നതാണ്, ബട്ട് ഇതിനെ മോർ ദാൻ 50% ബയേഴ്സ് എന്ത് ചെയ്തു, പുഷ് ചെയ്തു, മേകളിലോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ബയേഴ്സ് സെല്ലേഴ്സിനെക്കാട്ടി സ്ട്രോങ് ആണെന്നാണ്. ദെയർഫോർ ഇവിടെ നിന്നൊരു റിവേഴ്സിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം നിങ്ങൾ ക്യാൻഡിൽസ്റ്റിക്സിനെ റീഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ചാപ്റ്ററോട് കഴിഞ്ഞിട്ട്, അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ നെക്സ്റ്റ് ഫേസ്, അതായത് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിലൊരു ഫൈനൽ കൺക്ലൂഷൻ വരും. ആ ഒരു കൺക്ലൂഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ ഒരു പാർട്ടിൽ നിങ്ങൾ ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസുമാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് കോഴ്സിലും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുത്തൊരു വീഡിയോ ആണ്, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻസിൻ്റെ ക്ലാസ്സും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകാം. ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് സൈക്കോളജിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ബിഫോർ വി സ്റ്റാർട്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ തൊട്ട് അല്ലെങ്കിൽ മുമ്പത്തെ ഉള്ള പല വീഡിയോ സീരീസ് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിൽ മെയിനായിട്ട് 2 തരത്തിലുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒന്ന് ബുള്ളിഷ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അതുപോലെ 2 ബെയറിഷ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അല്ലെങ്കിൽ ബുൾസ് അല്ലെങ്കിൽ ബെയർസ്. രണ്ട് തരത്തിലുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ മാർക്കറ്റ് സ്ട്രക്ചർ തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ പ്രീവിയസ്ലി ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിലും അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിനെ, അല്ലെങ്കിൽ ബുള്ളിഷ് ഓർ ബെയറിഷ് എന്ന കൺസെപ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിൽ കുറച്ച് പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് വൈസ് ഉള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ്. ഇത് നമുക്ക് SMCയിൽ അത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല ഇൻ ടേംസ് ഓഫ് ആൻ എൻട്രി. അല്ലാതെയുള്ള മാർക്കറ്റ് റീഡിങ് കാര്യങ്ങളിൽ ഇത് ആവശ്യകരമായിരിക്കും. ഓക്കെ, എസ്പെഷ്യലി ഇൻ സ്വിംഗ് ട്രേഡ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ് നമുക്കുള്ളത്. 1 കണ്ടിന്യൂഷൻ പാറ്റേൺസ്, 2 റിവേഴ്സൽ പാറ്റേൺസ്, 3 ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. ഇതിൽ കണ്ടിന്യൂഷനും റിവേഴ്സലും 2 തരത്തിലുണ്ട്. 1 ബുള്ളിഷ് കണ്ടിന്യൂഷൻ, 2 ബെയറിഷ് കണ്ടിന്യൂഷൻ. റിവേഴ്സലിലും 1 ബുള്ളിഷ് റിവേഴ്സൽ, 2 ബെയറിഷ് റിവേഴ്സൽ. അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ്, അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് മെയിൻ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. 1 കണ്ടിന്യൂഷൻ, 2 റിവേഴ്സൽ, 3 ന്യൂട്രൽ. അതിൽ കണ്ടിന്യൂഷനിൽ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് കണ്ടിന്യൂഷൻസ്, റിവേഴ്സലിൽ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് റിവേഴ്സൽ, ന്യൂട്രലിൽ ഒന്നുമില്ല, ബുള്ളിഷും ഇല്ല ബെയറിഷും ഇല്ല, ലൈക്ക് സൈഡ് വേസ് മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു, മാർക്കറ്റ് 3 തരത്തിലുണ്ട്. 1 ബുള്ളിഷ്, 1 ബെയറിഷ്, 1 സൈഡ് വേസ്. ഇതിൽ ഈ സൈഡ് വേസ് ട്രെൻഡിനെയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. അതായത് അവിടെ ബുൾസും ഇല്ല ബെയർസും ഇല്ല, അതൊരു ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. നമ്മൾ വണ്ടി ന്യൂട്രൽ ഇടുകയാണെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് പോകുമല്ല ബാക്കിലോട്ടും പോകുമല്ല, അതിപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുവാണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു അർത്ഥം. സോ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂഷൻ ആൻഡ് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക്സിനെ കുറിച്ചിട്ടായിരിക്കും. പിന്നെ ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക്സ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ. എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ പേര് ഡോജീസ് എന്നാണ്. സോ ഈ തരത്തിലുള്ള ഡോജീസ് മാത്രമാണ് അവിടെ ന്യൂട്രൽ ആയിട്ടുള്ളത്. മറിച്ച് കണ്ടിന്യൂഷനിൽ റിവേഴ്സൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടിന്യൂഷൻ ആൻഡ് റിവേഴ്സൽ പാറ്റേൺസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടേമുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാം. എന്താണ് കണ്ടിന്യൂഷൻ? ഞാനൊരു മൂവി കാണുകയാണ്. മൂവി കണ്ടിട്ട് ഞാനതിനെ പോസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, ഇനി ഈ മൂവി ഞാൻ കണ്ടിന്യൂ ചെയ്ത് കാണുവാണ്.
ഓക്കെ, അതിനർത്ഥം എന്താണ്? മൂവി ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡ്, ഫോർ എക്സാമ്പിൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകുന്നതാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു അത്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു അത്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ് ഓടി ഒരു സ്പെസിഫിക് സ്പോട്ടെത്തിപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് ഇനിയും ആ ഒരു അത്ലീറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇനി റൺ ചെയ്തുകൊണ്ടിരിക്കാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. ഒരു സ്പെസിഫിക് ഏരിയയിൽ ഇപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരുവാണ്, സ്പെസിഫിക് ഏരിയയിൽ ഇതൊരു കണ്ടിന്യൂഷൻ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് കണ്ടിന്യൂ താഴോട്ട് പോകുമെന്നാണ് അർത്ഥം. ഓക്കെ, രണ്ടാമത് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. എന്താണ് റിവേഴ്സൽ? നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, ഇപ്പോൾ ഈ ഒരു ഡിറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നേരെ പോകുമെന്നാണ് അർത്ഥം. അല്ല, അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അതാണ് മാർക്കറ്റിൻ്റെ ഒരു ഉള്ളടക്കം. ഫോർ എക്സാമ്പിൾ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് താഴേക്ക് വരുന്നു, ഇവിടെ നിന്ന് റിവേഴ്സലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് പോകുമെന്നാണോ? അല്ല, അവിടെ നിന്ന് റിവേഴ്സലാവുമെന്നാണ്, അവിടെ നിന്ന് തിരിച്ചു പോകുമെന്നാണ് മാർക്കറ്റ്. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സലാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിവേഴ്സായിട്ട് വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് തിരിച്ച് താഴേക്ക് വരുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കണ്ടിന്യൂഷൻ. രണ്ടാമത്തെയാണ് റിവേഴ്സൽ. ഇനി ഈ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ നമുക്ക് ബുള്ളിഷ് കണ്ടിന്യൂഷൻ ഉണ്ട്, ബെയറിഷ് കണ്ടിന്യൂഷൻ ഉണ്ട്. എന്താണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്? ബുള്ളിഷ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾസ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺസ്. എന്താണ് ബുൾസ് എന്ന് അറിയാലോ? ബുൾസ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ്. സോ ബയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. എന്താണ് ബയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺസ്? ഫോർ എക്സാമ്പിൾ ഈ ഒരു പാറ്റേൺ അപ് ട്രെൻഡിലായിരിക്കും ഒക്വയർ ചെയ്യുന്നത്. സോ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദെൻ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അപ്പിയർ ചെയ്യുവാണ്. അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ അപ്പിയർ ചെയ്യുവാണ്, അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇനിയും ബുൾസ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നതാണ്. വൈസ് വേഴ്സ എന്താണ് ബെയറിഷ് കണ്ടിന്യൂഷൻ? ബെയറിഷ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ബെയേഴ്സ്? സെല്ലേഴ്സ്. സോ സെല്ലേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ നടക്കുന്ന പാറ്റേൺസ് ആണ് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. എന്താണ് ബെയറിഷ് കണ്ടിന്യൂഷൻ? ഇത് ഡൗൺ ട്രെൻഡിലാണ് ഒക്വയർ ചെയ്യുന്നത്. ഡൗൺ ട്രെൻഡിൽ ഒരു സ്പെസിഫിക് സ്പോട്ട് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അപ്പിയർ ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ പിന്നെയും ബെയേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ്. ഇതാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ, മറ്റേതാണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ. അപ്പോൾ ഈ കണ്ടിന്യൂഷൻ പാറ്റേൺസിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ടൈപ്പാണ് റിവേഴ്സൽ. റിവേഴ്സൽ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ബുള്ളിഷ്, രണ്ട് ബെയറിഷ്. ബുള്ളിഷ് ആൻഡ് ബെയറിഷ് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. എന്താണ് റിവേഴ്സൽ എന്ന് പറഞ്ഞു? എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡിറക്ഷനെ റിവേഴ്സ് തിരിച്ചു കൊണ്ടുവരുന്ന ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. സോ ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾസ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേൺസ്. ബെയറിഷ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയർസ് റിവേഴ്സൽ ചെയ്യുന്ന പാറ്റേൺസ്. വളരെ സിമ്പിളാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ബുൾസ് റിവേഴ്സ് ചെയ്യുന്നത്? അതായത് ബുൾസ് എൻട്രി ചെയ്ത് ഇടപെട്ട് റിവേഴ്സ് ചെയ്യുന്നതാണ് ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നത്. എപ്പോഴാണ് ബുൾസ് ഇടപെടുന്നത്? അവർക്ക് മേടിക്കണമെന്ന് തോന്നുമ്പോൾ. സോ അവർ മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിനെ കണ്ടിന്യൂഷൻ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ എന്താണ്? ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് ഒക്വയർ ചെയ്യുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും ഈ ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ് വരുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് പറയാൻ പറ്റും ബുൾസ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. അതാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്. ഇനി എന്താണ് ഒരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ്? ബെയേഴ്സ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേൺസ്, അല്ലെങ്കിൽ ബെയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് റിവേഴ്സ് ചെയ്യുന്ന പാറ്റേൺസ്. സെല്ലേഴ്സ് എപ്പോഴാണ് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യുന്നത്? നമ്മൾ വണ്ടി റിവേഴ്സ് ഓൾറെഡി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിനെ ഇനി റിവേഴ്സ് ഇടാൻ പറയേണ്ടിയിരിക്കുന്നു. ഇല്ല, ഫ്രണ്ടിലോട്ട് പോകുമ്പോഴല്ലേ നമ്മൾ തന്നെ റിവേഴ്സ് ഇടാൻ പറയുന്നത്. അതുപോലെ ബെയറിഷ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഇവിടെ അപ്പിയർ ആവുകയാണ്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണ്. ഇതൊരു ബെയറിഷ് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. മനസ്സിലായില്ലേ? ഇതാണ് ബെയറിഷ് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. മറ്റേതാണ് ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. മൂന്നാമതുള്ളത് ന്യൂട്രൽ ക്യാൻഡിൽസ്. എന്താണ് ന്യൂട്രൽ? മുകളിലോട്ടോ അല്ല, താഴോട്ടോ അല്ല, ലെഫ്റ്റിലോട്ടോ അല്ല, റൈറ്റിലോട്ടോ അല്ല. ഞാൻ ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ്, അതായത് എനിക്ക് ഒരു പ്രവൃത്തിയില്ല, ടെമ്പററി ആയിട്ട് നിൽക്കുന്നൊരു പാറ്റേൺ ആണ്. ഒരു ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രെൻഡിൽ വന്നാലും അതിന് ഒരു അർത്ഥമില്ല എന്നാണ്. ബട്ട് ഇവിടെ അക്കോർഡിംഗ് ടു അവർ സൈക്കോളജി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, ഇവിടെ നിന്ന് ന്യൂട്രലായിട്ട് ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റും ഈ ഒരു അപ് ട്രെൻഡിന് ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് പോസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മളൊരു വീഡിയോ പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല, ടെമ്പററി വെച്ചേക്കുവാണ്. ഇനി മേ ബി നമുക്ക് ആ ഒരു വീഡിയോ പ്ലെയർ ക്ലോസ് ചെയ്ത് വീഡിയോ കാണാതിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അതുപോലെ ഒരു ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏതൊരു മാർക്കറ്റിന് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ താഴോട്ട് പോകാം, അത് മാർക്കറ്റിൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഒരു ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അവിടെ ഫോം ആയിക്കഴിഞ്ഞാൽ
മാർക്കറ്റ് മേ ബി താഴോട്ട് പോകാം, മാർക്കറ്റിന് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതൊരു ന്യൂട്രൽ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ്. ഒരുപാട് ബിഗിനേഴ്സ് ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ന്യൂട്രൽ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ ഏത് റിവേഴ്സിൽ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലോട്ട് ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യും. ബട്ട് അങ്ങനെയല്ല, ന്യൂട്രൽ ക്യാൻഡൽസ്റ്റിക് ഫോം ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ഇനി ഒരു എൻട്രി എടുക്കാവുള്ളൂ എന്നാണ്. ഒരു ന്യൂട്രൽ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു 5 minute ടൈം ഫ്രെയിം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സൈഡ് വേസ് ട്രെൻഡ് ആയിരിക്കും. ബിക്കോസ് അവിടെ ബയേഴ്സും ഇല്ല സെല്ലേഴ്സും ഇല്ല. ഐ മീൻ രണ്ടുപേരും ഉണ്ട്, അതുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ആകുന്നത്. ബട്ട് സ്റ്റിൽ ബയേഴ്സ് സ്ട്രോങ് അല്ല, സെല്ലേഴ്സും സ്ട്രോങ് അല്ല. ഓക്കെ, സോ ഇത്രയായിരുന്നു 3 ടൈപ്പ് ഓഫ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ്. ഒന്ന് കണ്ടിന്യൂഷൻ ടൈപ്പ്, ഒന്ന് റിവേഴ്സൽ ടൈപ്പ്, 3 ന്യൂട്രൽ ടൈപ്പ്. ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയിട്ടുള്ള ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ഇതാണ് നമ്മുടെ ക്യാൻഡൽസ്റ്റിക് പാറ്റേണിൻ്റെ ചീറ്റ് ഷീറ്റ് എടുത്തേക്കുന്നത്. ഈ ഒരു ചീറ്റ് ഷീറ്റ് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ സ്വന്തം ബ്ലോഗിൽ നിന്നാണ്, imptradingpatterns.blogspot.com. ഇതിൻ്റെ ലിങ്ക് ഞാൻ സ്റ്റഡി മെറ്റീരിയൽസിൽ കൊടുത്തേക്കാം. സോ ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റിന് വേണ്ടി പറഞ്ഞതാണ്. ഹാർമോണിക് പാറ്റേൺ, അതുപോലെ ചാർട്ട് പാറ്റേൺ, ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ, എൽ വേവ്, അതുപോലെ ജാപ്പനീസ് ക്യാൻഡൽസ്റ്റിക്സ്, ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് OBB ഇൻ്റർപ്രിറ്റേഷൻ, ദെൻ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ചീറ്റ് ഷീറ്റ്, 16 ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ്, പിന്നെ ചാർട്ട് പാറ്റേൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പ്രൊമോഷനൊന്നും അല്ല, ആഡൊന്നും റൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചീറ്റ് ഷീറ്റാണ് ഇതായി പറയുന്നത്, ഞാനല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്നത്. ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ചീറ്റ് ഷീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്, കണ്ടിന്യൂഷൻ പാറ്റേൺസ്, ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ്, കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിതിൻ്റെ കളറ് ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ട് കാണിച്ചിട്ടാണ്, 3 pixel. സോ ഇവിടെ ബുള്ളിഷ്, അതുപോലെ ഇവിടെ ബെയറിഷ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്, ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നുണ്ട്. രണ്ടാമത് ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ്, ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. ഓക്കെ, സോ ഇത്രയും സോറി ഫോർ ദാറ്റ്. സോ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്, ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്, പിന്നെ ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺസ്, ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ. പിന്നെ നമുക്ക് ഓരോ പാറ്റേൺസ് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു ചീറ്റ് ഷീറ്റ് എടുത്തേക്കുന്നത്. ഇതിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഡിസ്ക്ലെയിമർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാറ്റേൺസ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺസ് ആണ്. എന്താണ് ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിൽ 2 തരത്തിലുള്ള പ്രൈസ് ആക്ഷൻ ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐ ഗെസ് ഞാൻ ബേസിക് കോഴ്സിൽ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷനും, ഒന്ന് പ്രീ ഡിഫൈൻഡ് പ്രൈസ് ആക്ഷനും. എന്താണ് പ്രീ ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഒരാൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തിയറി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ കുറേ തിയറംസ് ഉണ്ടല്ലേ, A²+B², ഇതൊക്കെ ആൾറെഡി ഒരാൾ എഴുതി വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുന്നു. രണ്ടാമത് അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ. അതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വൈസ് അല്ല, ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എൻറ്റിറ്റി എന്തായാലും സ്വന്തം ഫൈൻഡിങ്സിലൂടെ കണ്ടുപിടിക്കുന്ന മാർക്കറ്റ്, ഏതൊരു മാർക്കറ്റോട് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഔട്ട് ഓഫ് നോളജ് നമുക്ക് കിട്ടുന്നൊരു സ്ട്രാറ്റജിയാണ് അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ്. അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് വേഴ്സസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 ടച്ച് വേണം, അത് ഇത്ര പമ്പാവണം, ഗ്രീൻ ക്യാൻഡിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ കുറച്ച് അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ബട്ട് സപ്ലൈ സോൺ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമുക്ക് ആ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, സോറി ഫോർ ദാറ്റ്, ജസ്റ്റ് ബഗ്ഗാണ്. ഓക്കെ, സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് വഴി പോയാലും നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് അവിടെ ഓൾറെഡി ഉണ്ടായി കാണും, മനസ്സിലായില്ലേ? അപ്പോൾ നല്ല അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഇങ്ങനെയും വന്നാൽ മാത്രമേ നമുക്കൊരു എൻട്രി എടുക്കാവുള്ളൊരു റൂളുണ്ട്. പക്ഷേ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിന് സൈക്കോളജി വെച്ചിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്ലി നമുക്ക് പറയുകയാണെങ്കിൽ അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഒരു ക്യാൻഡലിൻ്റെ ബോഡി ടു വിക്ക് റേഷ്യോ നമ്മൾ നോക്കിയിട്ട് വളരെ ബേസിക്കായിട്ട് നമ്മൾ അല്ലെങ്കിൽ വളരെ ലോജിക്കലായിട്ട് പറയുകയാണ്, വിക്ക് ഇത്രയും ഉണ്ട് ദെൻ കമ്പയർ ടു ബോഡി. സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഡോജിയാണ്, തേർഡ് ക്യാൻഡിൽ കുറേ കൂടി ബോഡി കുറഞ്ഞതാണ്, എങ്കിൽ ഇത് താഴോട്ട് പോകാനാണ് ചാൻസ്, ബിക്കോസ് സെല്ലേഴ്സ് ഇവിടെ കൂടുതലാണ്, ബയേഴ്സ് ഇവിടെ വീക്കാണ്. ഇങ്ങനെ ലോജിക്കലായിട്ട് പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു എഡ്ജ് കാണും. അതിനാണ് അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അൺലൈക്ക് ദിസ്, ഇത് ടെക്സ്റ്റ് ബുക്ക്
വൈസായിട്ടുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ അത് ക്യാനൽ ബോഡി ഇത്ര വരണം, വിക്ക് ഇത്ര വരണം, എങ്കിലേ നിനക്ക് എൻട്രി എടുക്കാവുള്ളൂ എന്നൊരു റൂളുണ്ട്. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്തുകൊണ്ട് ഇതിൽ നോക്കിയില്ല ബുക്ക് ബോംസിൻ്റെ കണക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബോഡി ടു വിക്ക് റേഷ്യോ എന്താണെന്ന് പഠിക്കുക. ഈ ഒരു സ്പെസിഫിക് കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ചീറ്റ് ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓരോ പാറ്റേണിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കോഴ്സ് നിങ്ങൾ എടുത്തതാണ്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നാളൊരു കാലത്ത് ആരെങ്കിലും വന്നിട്ട് നിങ്ങളെടുത്ത് എന്താണ് ഡോജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ള ഒരു പക്വത നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഇല്ല. ഓക്കെ, ലോജിക്കൽ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൽ സം ഓഫ് ദം ഇൻ്റർപ്രിറ്റേറ്റ് ആവും. ബട്ട് അല്ലാതെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വൈസ് ക്യാൻഡിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടായില്ല. ഓക്കെ, സോ എനിവേസ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ കാര്യത്തിലേക്ക് കിടക്കാം. ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ, ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ, ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ, ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ, അറ്റ് ലാസ്റ്റ് മൂന്നാമത്തെ ടൈപ്പ് ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നതാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസിൽ ഒരു 6 പാറ്റേൺസ്. 1 ഹാമർ, 2 ഇൻവേർട്ടഡ് ഹാമർ, 3 ബുള്ളിഷ് എൻഗൾഫിങ്, 4 ട്വീസർ ബോട്ടം, 5 മോർണിംഗ് സ്റ്റാർ, ദെൻ 6 3 സ്റ്റാർസ് ഇൻ ദ സൗത്ത്. ഞാനിത് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1, എന്താണ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, വിക്ക്, അതുപോലെ ബോഡി. 2, ലോജിക്കൽ പ്രൈസ് ആക്ഷൻ്റെ ബോഡി ടു വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പാർട്ട് ഞാൻ എടുത്തുതന്നായിരുന്നു. ഇപ്പോൾ ചെറിയ ബോഡി, വലിയ വിക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ റിവേഴ്സൽ എന്തെന്നും കണ്ടിന്യൂഷൻ എന്തെന്നും അറിഞ്ഞിരിക്കണം. ബുള്ളിഷ് റിവേഴ്സൽ എന്തെന്നും ബെയറിഷ് കണ്ടിന്യൂഷൻ എന്തെന്നും, ബെയറിഷ് റിവേഴ്സൽ എന്തെന്നും ബെയറിഷ് കണ്ടിന്യൂഷൻ എന്തെന്നും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കുറച്ച് മുമ്പേ എടുത്തു തന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ എനിവേസ് നമ്മൾ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ് ആണ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പാറ്റേൺ ആണ് ഹാമർ. ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് കൊടുക്കുക. ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഇതൊക്കെ ഒരു പ്രസൻറ്റേഷനിലാണ് കേട്ടോ ചെന്നിരുന്നത്. പിന്നെ ട്രേഡിംഗ് വ്യൂ തന്നെ നമുക്കൊരു കുറേ കൂടി ചാർട്ടുമായിട്ടൊരു അല്ലെങ്കിൽ ക്യാൻഡിലുമായിട്ട് നിങ്ങൾക്ക് ഒരു പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രസൻറ്റേഷൻ ടൂളാണ് ട്രേഡിംഗ്. അതുകൊണ്ടാണ് ഇതെടുത്തത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാമറാണ്. ഹാമറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബോഡി, ഞാൻ ഇതിൻ്റെ ഗ്രീൻ കളർ കൊടുക്കുവാണ്. ഇത്രയുള്ളൊരു ബോഡി കാണും. അത് കഴിഞ്ഞിട്ട് ഒരു വിക്ക് ആണ്, റിലേറ്റീവ്ലി ഒരു വലിയ വിക്കായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹാമർ പാറ്റേൺ. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ഇത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഹാമറിന് മുകളിൽ ചെറിയൊരു വിക്ക് ആണ്. വിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെയാണ്. ഓക്കെ, ഇങ്ങനൊരു വിക്കാണ്. ഇതാണ് ഹാമർ പാറ്റേൺ. ഹാമർ എന്ന് പറയുന്നത് ബുള്ളിഷ് റിവേഴ്സിലാണ്. എന്താണ് ബുള്ളിഷ് റിവേഴ്സിൽ? ബുൾസ് റിവേഴ്സ് ചെയ്യുന്ന ഒരു പാറ്റേൺ. എപ്പോഴാണ് ബുൾസ് റിവേഴ്സ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വണ്ടി വണ്ടി നേരെ വെക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നതെന്ന് പറയും. വണ്ടി ബാക്കിലോട്ട് റിവേഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കാൻ പറയും? ഇല്ല, ഒരിക്കലും ഇല്ല. അതുപോലെ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ബുള്ളിഷ് റിവേഴ്സിൽ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കണം? ബെയറിഷ് ആയിരിക്കണം. സോ ഒരു ബെയറിഷ് ട്രെൻഡിൽ വരികയും അതുപോലെ ബെയറിഷ് ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാറ്റേണാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്. അതിൽ വരുന്ന ഒരു ടൈപ്പ് ക്യാൻഡിലാണ് ഹാമർ പാറ്റേൺ. ഒരു ഹാമർ പാറ്റേൺ ഡൗൺ ട്രെൻഡിൽ വന്നാലായിരിക്കും നമുക്കതിന് റെലവൻ്റ് എന്ന് പറയാൻ പറ്റുക. സോ ഒരു ഡൗൺ ട്രെൻഡിൽ ഈ പറയുന്നൊരു ഹാമർ പാറ്റേൺ അപ്പിയർ ആവുകയാണ് എങ്കിൽ നമുക്കത് പറയാൻ പറ്റും അവിടെ നിന്ന് മാർക്കറ്റ് പമ്പ് ആവാനാണ് ചാൻസ്. ഓക്കെ, സോ അതാണ് ഹാമർ പാറ്റേൺ. ഒരു ഹാമർ പാറ്റേൺ എന്തുകൊണ്ടാണ് നമ്മൾ ബുള്ളിഷ് റിവേഴ്സൽ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡൗൺ ട്രെൻഡ്, ഒരുപാട് ഡൗൺവേർഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന ഒരു ഡൗൺ ട്രെൻഡിൽ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഹാമർ ഫോം ആവണം. അപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് റിവേഴ്സിൽ ഓരോ നമ്മൾ പറയുന്നത്? ലോജിക്കലായിട്ട് ചിന്തിക്കണമല്ലോ. വേറൊന്നുമല്ല, ഈ ഒരു ഏരിയയിൽ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമുക്കറിയാം ബുള്ളിഷ് ക്യാൻഡിലിന് ഓപ്പണിങ് താഴെയായിരിക്കും. അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഒരുപാട് സെല്ലേഴ്സ് എന്ത് ചെയ്തു? താഴോട്ട് വന്ന് ഇത്രയും സെല്ല് ഓഫ് ചെയ്തു. ഇത്രയും സെല്ല് ഓഫ് ചെയ്തെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാം, ഒരു $100,000 അവർ മാർക്കറ്റിനെ സെല്ല് ചെയ്തു ഇത്ര % ഡംപ് ആക്കാൻ. ദെൻ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് തിരിച്ച് ബയേഴ്സ് പമ്പ് ചെയ്ത് പ്രൈസിനെ തിരിച്ച് മേടിച്ച് സെല്ലേഴ്സിനുണ്ടായിരുന്ന മുഴുവൻ ലിക്വിഡിറ്റി യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്ത് ദെൻ അവരുടെ ഇഷ്ടത്തിന്, ബയേഴ്സിൻ്റെ ഇഷ്ടത്തിന് ക്ലോസ് ചെയ്തു. സോ നമ്മൾ പറയാറുണ്ട്, ചരിത്രത്തിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത്ര നാൾ തോറ്റുകൊണ്ടിരിക്കുമായിരുന്നു അവരെ യുദ്ധം, പെട്ടെന്ന് അയാൾ വന്നു ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇത് മാറ്റിമറിച്ചു, അങ്ങനെയൊക്കെ പറയാറില്ല. അതുപോലെ പെട്ടെന്നൊരു ക്യാൻഡിൽ വന്നിട്ട് ഇത്രയും നേരം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സെല്ലേഴ്സിൻ്റെ ഒരു പവറിനെ മറികടന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ക്ലോസ് ചെയ്യുകയാണ്.
മനസ്സിലായില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും നേരം ഉണ്ടായിരുന്ന ഡൗൺ ട്രെൻഡിനെക്കാട്ടിയും സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ബയേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയേഴ്സിന് മേടിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അവർ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് പറയുന്നത്. ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി റീഡ് ചെയ്യാൻ പഠിച്ചിരിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെയായിരുന്നു, ക്ലോസിംഗ് പ്രൈസ് അവരുടെ ഇഷ്ടത്തിനായിരുന്നു. സെല്ലേഴ്സ് ഇത്രയും ഡംപ് ചെയ്തെങ്കിലും ഒത്തില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടം വരെ വന്നിട്ട് ചെറിയൊരു ഭാഗം മാത്രമാണ് സെല്ലേഴ്സ് എൻട്രി ചെയ്തത്. അത് കഴിഞ്ഞ് ബയേഴ്സ് സമ്മതിച്ചില്ല സെല്ലേഴ്സിന് എൻട്രി ചെയ്യാൻ. അത്രയും സ്ട്രോങ് ആയിരുന്നു ബയേഴ്സ്. മനസ്സിലായില്ല? അപ്പോൾ ഇതുകൊണ്ടാണ് ഹാമർ ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് പറയുന്നത്. ബിക്കോസ് ബുൾസ് റിവേഴ്സ് ചെയ്യുന്നതിനുള്ള സൈൻ നമ്മളെ ഹാമർ കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഹാമർ അപ്പിയർ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് പമ്പാവും എന്ന് പറയാൻ പറ്റും. ഇനിയോ നിങ്ങൾ മാർക്കറ്റിനെ ഇത് വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു ഡൗട്ടായിരിക്കും 5 മിനിറ്റിലൊരു ട്രെൻഡിൽ 5 മിനിറ്റിൽ തന്നെ ഒരു ഹാമർ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സലാവും എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പേഴ്സണൽ ഫൈൻഡിങ്സ്, ഇത് ടെക്സ്റ്റ് ബുക്ക് വൈസ് പേഴ്സണൽ ഫൈൻഡിങ്സ് ആണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. നമ്മൾ ഏതൊരു ടൈം ഫ്രെയിമാണ് എടുക്കുന്നത്, ഞാൻ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് 1 മിനിറ്റ് ആൻഡ് 1 സെക്കൻഡ് ഇങ്ങനെ പലതും എടുക്കാം. ബട്ട് കോമൺ ആയിട്ടുള്ള ട്രേഡിംഗ് ടൈം ഫ്രെയിംസിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 ഹവർ എക്സെട്ര. ഇത് എത്രയാണ് നമ്മുടെ കോമൺ ടൈം ഫ്രെയിംസ്. ഓക്കെ, സോറി, ജസ്റ്റ് ഒരു ട്രേഡിംഗ് ബഗ്ഗാണ്, നമ്മൾ അൺഡു ബട്ടൺ വർക്ക് ആവുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ കോമൺ ടൈം ഫ്രെയിംസ്. ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റിൽ ഒരു ഡൗൺ ട്രെൻഡാണ് കാണുന്നത്. എപ്പോഴാണ് ഒരു ഡോജി എപ്പോഴാണ് ഒരു ഹാമർ വന്നു കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ സിഗ്നൽ വരേണ്ടത്? 5 മിനിറ്റിൽ ഹാമറിനെ നിങ്ങൾ വിശ്വസിക്കരുത്. നേരെ മറിച്ച് 10 മിനിറ്റിലോ അല്ലെങ്കിൽ 15 മിനിറ്റിലോ പോയി നോക്കുക. നോക്കിയപ്പോൾ 5 മിനിറ്റിലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, ബട്ട് 15 മിനിറ്റിലൊരു ഹാമർ ഫോമായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ടും അവിടെ കൺക്ലൂഡ് ചെയ്യാം മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് പമ്പാകാൻ പോവുകയാണ്. ബിക്കോസ് 15 മിനിറ്റിലാണ് ആ ഒരു ഹാമർ വന്നേക്കുന്നത്. ഇതുപോലെ 1 ഹവറിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ, ഒരു ട്രെൻഡ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ 2 ഹവറിൽ പോയി നോക്കുക ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ആയിട്ടുണ്ടോയെന്ന്. എങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മൾ നിൽക്കുന്ന ട്രെൻഡിൽ തന്നെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. നിൽക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ. പക്ഷേ തൊട്ട് മേഖലയുള്ള ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുക്കാൻ നോക്കുക. അതുപോലെ ഒരിക്കലും ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമാണ്. മേ ബി സെയിം ടൈം ഫ്രെയിം പിന്നെയും വർക്കാവും, ബട്ട് 5 മിനിറ്റിലൊരു ട്രെൻഡിൽ നേരെ 1 മിനിറ്റിലോ അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറഞ്ഞ ടൈം ഫ്രെയിം, ഫോർ എക്സാമ്പിൾ 3 മിനിറ്റിലോ ഒക്കെ പോയിട്ട് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിൻ്റെ കൺഫർമേഷൻ എടുക്കാതിരിക്കുക. ബിക്കോസ് ഒരു ഹയർ ടൈം ഫ്രെയിം നടക്കുന്ന ഒരു കാര്യത്തിന് ഒരിക്കലും നമുക്ക് ലോ ടൈം ഫ്രെയിമായിട്ട് ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. സോ എനിവേസ് ആ ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിലാലോചിച്ച് വയ്ക്കുക. ഇതിപ്പോൾ 22ാമത്തെ മിനിറ്റാണ്. അഥവാ സ്കിപ്പ് ചെയ്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 22 മിനിറ്റ് തൊട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ 22ാമത്തെ മിനിറ്റിലേക്ക് ഒന്ന് പോവുക. എനിവേസ് നമ്മളെ ഫസ്റ്റ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ കഴിഞ്ഞു. അതാണ് ഹാമർ, ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആയിരുന്നു. ഓക്കെ, ഞാൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിലേക്ക് പോവാം. ഒരു ബുള്ളിഷ് എൻഗൾഫിങ്. ബുള്ളിഷ് എൻഗൾഫിങ്ങിന് ഞാൻ വേറെ ക്രൈറ്റീരിയ ഒന്നും തരണ്ട, അത് ഒരുപാട് പേർക്കും അറിയുന്നൊരു പാറ്റേൺ ആയിരിക്കും. അറിയില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വയ്ക്കേണ്ടായിരുന്നു, ബട്ട് ആ ഒരു എഫേർട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ സ്പാം ചെയ്യാം, ബട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോർമേഷൻ ചെറുതായിട്ടൊരു ഇത് വേണം, മനസ്സിലായില്ല? അതിന് വേണ്ടിയിട്ടാണ്. എനിവേസ് ഇതൊരു ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിലാണ്. ബുള്ളിഷ് എൻഗൾഫിങ്ങിന് 2 കൺഫർമേഷൻ വേണം. ഓക്കെ, പിന്നെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് പറയുന്നത് അടുത്ത ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ് ആണ്, അഥവാ ബുൾസ് റിവേഴ്സ് ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. ഒരു ബുള്ളിഷ് എൻഗൾഫിങ്, എന്താണ് എൻഗൾഫിങ് എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ പൊന്തിയിരിക്കുന്ന അല്ലെങ്കിൽ വലുതായിട്ടിരിക്കുന്ന, അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് എൻഗൾഫിങ്ങിൻ്റെ അർത്ഥം. ഒരു ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് പറയുന്നത് ബുൾസിൻ്റെ പവർ കാണിക്കുന്ന ക്യാൻഡിൽ എന്നാണ്. എപ്പോഴാണ് ബുൾസിൻ്റെ പവർ കാണുന്നത്? ബെയേഴ്സിനെക്കാട്ടിലും ശക്തി ആർജിക്കുമ്പോഴാണ്, അല്ലേ? ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലിനെ കാട്ടിയും വലിയൊരു ക്യാൻഡിലായിരിക്കണം. ആ ഒരു ക്രൈറ്റീരിയ മാത്രമല്ല, ആ ഒരു ക്യാൻഡിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാൻഡിലായിരിക്കണം. എന്താണ് ഹെൽത്തി ക്യാൻഡിൽ, അതുപോലെ എന്താണ് അൺഹെൽത്തി ക്യാൻഡിൽ? ഒരു ഹെൽത്തി ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബോഡിയും ചെറിയ വിക്കും ഉള്ള ക്യാൻഡിലാണ്. ഒരു അൺഹെൽത്തി ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിക്കും ചെറിയ ബോഡിയും ഉള്ളൊരു ക്യാൻഡിലാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ സെനാറിയോ. ഓക്കെ, എനിവേസ് നമ്മളെ ബുള്ളിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ വരേണ്ടത് ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കണം.
ഒരു ഡൗൺ ട്രെൻഡിൽ ഈ പറയുന്ന ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബെയറിഷ് ക്യാൻഡിലിനെ കാട്ടിയും വലിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റും മാർക്കറ്റിനെ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പോകുകയാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തൊട്ട് റീഡ് ചെയ്യാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോമായി. അവിടെ നിന്ന് മാർക്കറ്റ് ഡംപ് ചെയ്തു, ബെയേഴ്സിൻ്റെ ഇഷ്ടത്തിന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ ബെയേഴ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ബുൾസ്. പിന്നെ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയതിന് ശേഷം അധികം വിക്കൊന്നും സെല്ലേഴ്സിന് കൊടുക്കാതെ വളരെ ശക്തിയോടെ മാർക്കറ്റ് പമ്പ് ചെയ്ത് ബയേഴ്സിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പല ഡേറ്റയും ഗ്യാദർ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത്രയും നേരം ഉണ്ടായിരുന്ന സെല്ലേഴ്സിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. രണ്ട്, സെല്ലേഴ്സിനെ കാട്ടിലും സ്ട്രോങ് ആണ് ബയേഴ്സ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ നമുക്കവിടെ പറയാൻ പറ്റും ബുൾസ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുൾസിന് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പ്രൈസിനെ കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ. ഇതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ ഒരു ബേസിക് കോഴ്സിലൊക്കെ വളരെ ലൈറ്റായിട്ട് എടുത്തു കൊടുത്തൊരു പോർഷനാണിത്. ഇവിടെ ഞാൻ ആ ഒരു ബോട്ടം ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ ഏതായാലും നമുക്ക് അത്രയും ബേസിക്കായിട്ട് പോകാൻ പറ്റത്തില്ല, നമുക്കതിനുള്ള ടൈമും ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതെന്ന് പറഞ്ഞാൽ ചെറിയ വിക്കും വലിയ ബോഡിയുള്ളൊരു ക്യാൻഡിലായിരിക്കും. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെയറിഷ് ക്യാൻഡിലിനെക്കാട്ടിലും വലിയൊരു ക്യാൻഡിലായിരിക്കും ബുള്ളിഷ് എൻഗൾഫിംഗ്. ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ബിക്കോസ് ഞാനിവിടെ പഠിപ്പിച്ചു തരുന്ന 80% ഓഫ് ദ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. മറിച്ച് 20-30% ഓഫ് ദ ക്യാൻഡിൽസ് ആയിരിക്കും നിങ്ങൾക്ക് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു മേജർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഹാമർ. ഹാമർ മേജർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും എൻഗൾഫിംഗ് ക്യാൻഡിൽസ്. പിന്നെ ഡോജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോജീസ്. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കരുത്. ബിക്കോസ് നിങ്ങൾക്ക് ലോജിക്കൽ പ്രൈസ് ആക്ഷൻ വെച്ചത് റീഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, എനിവേസ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഉള്ളതാണ് മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാറിന് നല്ലൊരു ക്യാൻഡിൽസ്റ്റിക് റിവേഴ്സൽ പാറ്റേൺ ആണ്. നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സംവാട്ട് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇരിക്കുക. ഇത് അറിയുന്നതിന് മുമ്പേ ഡോജി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി വിക്ക് മാത്രമുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ ഡോജിനെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണിൻ്റെ മൂന്നാമത്തെ പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ. ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്, അടുത്തൊരു ബെയറിഷ് ക്യാൻഡിൽ ഫോമായി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ബെയർസിനെ അവിടെ നിന്ന് പുള്ളി കൊണ്ട് പോകാനാണ് ചാൻസ്. അപ്പോൾ കണ്ടാലേ അറിയാമല്ലോ നല്ല ബെയറിഷ് ക്യാൻഡിലാണ്. ഉടനെ തൊട്ടപ്പുറത്ത് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആവുകയാണ്. എന്താണ് ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. എന്താണ് ന്യൂട്രൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയേഴ്സും ഇല്ല സെല്ലേഴ്സും ഇല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഡേറ്റ നമുക്കവിടെ കിട്ടുന്നുണ്ട്. എന്താണ്, ഇത്രയും നേരം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സെല്ലേഴ്സ് ഒരു സ്പെസിഫിക് ടൈം എത്തിയപ്പോഴത്തേക്കും എന്തുകൊണ്ട് അവർക്ക് ആ ഒരു ഡോജി ക്യാൻഡിൽ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ഡോജി ഫോമായി? അവിടെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സെല്ല് ചെയ്ത് താഴെ കൊണ്ടുവന്നേനെ. ബട്ട് ഡോജി ആയത് എന്തുകൊണ്ടാണ്? ബയേഴ്സ് അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ബയേഴ്സ് ഒരിക്കലും പവർഫുൾ അല്ല, ഞാൻ സമ്മതിച്ചു. ബട്ട് അറ്റ്ലീസ്റ്റ് സെല്ലേഴ്സിനെ തടയാനുള്ളൊരു പവർ അവരുടെ ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഈ ഡോജി ക്യാൻഡിൽ ഫോം ആയത്. ഇതുകൊണ്ടാണ് ഇവിടെ ഡോജി ക്യാൻഡിൽ ഫോം ആയത് കൺക്ലൂഡ് ചെയ്തു. സോ നമുക്ക് കിട്ടിയിട്ട് ഫൈൻഡിങ്സ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു റിസർച്ചറാണ്, ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതുവാണ് സെല്ലേഴ്സ് വെയർ പുഷിങ് ഡൗൺ ദ മാർക്കറ്റ്. സെല്ലേഴ്സ് ഇത്രയും നേരം മാർക്കറ്റിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു താഴോട്ട്. സഡനായിട്ടൊരു ഡോജി ക്യാൻഡിൽ ഫോമായി. ഈവൻ ദോ ബയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കണ്ടില്ലെങ്കിലും ഇത്രയും നേരം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സെല്ലേഴ്സിനെക്കാട്ടിലും സെല്ലേഴ്സിൻ്റെ അത്രയെങ്കിലും ഒരു ശക്തിയോടെ ബയേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കിയപ്പോഴും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയത്. ഇതിൻ്റെ അർത്ഥം ഇത്രയും നേരം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സെല്ലേഴ്സ് ഈ ഒരു ഡോജി ക്യാൻഡിൽ എത്തിയപ്പോഴത്തേക്കും അവരുടെ പവർ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പവർ കുറഞ്ഞു. തൊട്ടപ്പുറത്തുണ്ടായ ബുള്ളിഷ് ക്യാൻഡിലോ വളരെ ശക്തിയോടെ ഉണ്ടായിരുന്ന ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസ്, ബെയറിഷ് ട്രെൻഡ് തീർന്നു, അല്ലെങ്കിൽ ടെമ്പററി പോസ് ചെയ്തു. ഞാനിപ്പോൾ വീഡിയോ പോസ് ചെയ്തു, എന്നിട്ട് ആ വീഡിയോ ഇപ്പോൾ റിവേഴ്സ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ മാർക്കറ്റ് പോസ് ചെയ്തു, മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഇതിനർത്ഥം ഇപ്പം എത്ര നേരം ഉണ്ടായിരുന്ന ഡൗൺ ട്രെൻഡ് ഇനി റിവേഴ്സ് ആകുമെന്നാണ് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വന്നതിന് ശേഷം. മനസ്സിലായോ? ഇതാണ് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. അടുത്തതുള്ളതാണ് ഇൻവേർട്ടഡ് ഹാമർ. ഇൻവേർട്ടഡ് ഹാമർ നേരത്തെ ഉണ്ടായിരുന്ന ഹാമറിനെ നേരെ തല തിരിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഓക്കെ, ഇതാണ് ഇൻവേർട്ടഡ് ഹാമർ. ഇൻവേർട്ടഡ് ഹാമർ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഹാമർ പാറ്റേണിൻ്റെ കണക്ക് തന്നെയാണ്. ബട്ട് ഇൻവേർട്ടഡ് ആണ്, അല്ലെങ്കിൽ തല തിരിച്ച് വെച്ചതാണ്. എന്താണ്
തല തിരിച്ച് വെച്ച് ഈ ഒരു ഇൻവേർട്ടഡ് ഹാമറിൻ്റെ സൈക്കോളജി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൗൺ ട്രെൻഡിലായിരിക്കും വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സ് ആകുമെന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് കണ്ടിട്ടുള്ളതെങ്കിൽ 22ാമത്തെ ടൈം ഫ്രെയിം അല്ലെങ്കിൽ 22ാമത്തെ മിനിറ്റിലേക്ക് പോവുക, ടൈം ഫ്രെയിം അല്ല മിനിറ്റിലേക്ക് പോവുക. അവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് വ്യക്തമായിട്ടും കേൾക്കുക. ഓക്കെ, സോ എനിവേസ് ഇൻവേർട്ടഡ് ഹാമർ. നൗ ഈ ഒരു ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും ഒരേ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്നത് ഇവിടെ ആയിരിക്കും, ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഡൗൺ ട്രെൻഡ് വന്നു, കുറേ ബെയറിഷ് ക്യാൻഡിൽസൊക്കെ ഫോമായി. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ബയേഴ്സ് അസഹനീയമായി അല്ലെങ്കിൽ വളരെ ശക്തിയോടെ മാർക്കറ്റിന് ഇവിടം വരെ പമ്പ് ചെയ്തു. ഉടനെ സെല്ലേഴ്സ് തിരിച്ചു കയറി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സെല്ലേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ബയേഴ്സിൻ്റെ പവർ നിങ്ങളിവിടെ കണ്ടില്ലേ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ഡംപ് ചെയ്തിട്ട് ബയേഴ്സ് അവരുടെ ഇഷ്ടത്തിന് തന്നെ ക്യാൻഡലിനെ ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തു. അഥവാ സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നെങ്കിലും ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ കൊണ്ടുവന്ന് അവരുടെ ഡിസ്റ്റൻസിന് ക്ലോസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പറ്റിയില്ല, ബിക്കോസ് ബയേഴ്സ് അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബയേഴ്സ് അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് അർത്ഥം? സെല്ലേഴ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. സെല്ലേഴ്സിന് ഒരു കാളയെ പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കയറ് പൊട്ടിച്ച് പോകുക തന്നെ ചെയ്യും. അതാണ് ഇവിടുത്തെ ഇൻ്റർപ്രിട്ടേഷൻ. ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബയേഴ്സ് സ്ട്രോങ് ആയെന്നും സെല്ലേഴ്സിനെ കാട്ടിലും പവർഫുള്ളായിട്ട് ബയേഴ്സ് തിരിച്ചു വരാൻ റെഡിയാണെന്നും അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകാനാണ് ചാൻസ്. ഈവൻ ദോ ഇറ്റ് വിക്ക് ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ കേസ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #4 ഇൻവേർട്ടഡ് ഹാമറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അടുത്തത് വരെയാണ് ടീസർ ബോട്ടം. ടീസർ ബോട്ടം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിൽ ആഡ് ഓൺ ആയിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ടീസർ ബോട്ടം സ്റ്റിൽ നിങ്ങൾ ബോഡി ടു വിക്ക് റേഷ്യോ സൈക്കോളജി മനസ്സിലാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് 3 stars ഇൻ ദ സൗത്ത്. ഇതൊരു ട്വിസ്റ്റ് ഉണ്ട്. ബാക്കി എല്ലാത്തിലും ഞാൻ പറഞ്ഞു തന്നു ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയാൽ മാത്രമാണ് നമുക്ക് അവിടെ റിവേഴ്സൽ എന്ന് പറയാൻ പറ്റുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയാലും നമുക്കിത് എന്ത് ചെയ്യാം, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മളിതിനെ 3 stars ഇൻ ദ സൗത്ത് എന്ന് പറയും. ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത് ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, വളരെ ഈസിയാണ്. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് എടുത്തു തരാം. ഓക്കെ, ഇത്രയും ലാഗി ആക്കിയതിൽ സോറി, ഞാനിത് വരച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സോ സംവൺ ലൈക്ക് ദിസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഇതൊരു ഡൗൺ ട്രെൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പോകാമെന്ന് പറയാൻ പറ്റും. ഇതിൽ ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ലോജിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇതാ നെക്സ്റ്റ് ഇത്രയും നേരം ഡൗൺ ട്രെൻഡ് ആയിരുന്നു, നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഫോമായി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോമായി. ഇവിടെ എൻ്റെ അടുത്തൊരു റിസർച്ച് റിപ്പോർട്ട് ഫോർ എക്സാമ്പിൾ അയാൾ പറയുകയാണ് ഇത്രയും നേരം സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് സെല്ലേഴ്സ് പെട്ടെന്നൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഈ ഒരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും അവരുടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറഞ്ഞു വന്നു. അതായത് ഇപ്പോൾ സെല്ലേഴ്സിൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ക്യാൻഡിൽ വന്നപ്പോഴോ പിന്നെയും ഞാൻ പറയുകയാണ് അവിടെ നിയർലി ഒരു ഡോജി പോലത്തെ ഒരു ക്യാൻഡിലാണ് ഫോം ആയത്. സെല്ലേഴ്സിൻ്റെ ഇപ്പോൾ ഫണ്ട് കുറവാണെന്ന് തോന്നുന്നു. കാരണം ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ, മാർക്കറ്റിനെ താഴോട്ട് നല്ല വൃത്തിക്ക് ഡംപ് ചെയ്തുകൊണ്ട് വന്നേനെ. ഇപ്പോഴും വളരെ സ്ലോപ്പി ആയിട്ടാണ് അവർ താഴോട്ട് വന്നേക്കുന്നത്, മനസ്സിലായില്ലേ? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബയേഴ്സ് അവിടെ ബൈ ചെയ്യുകയാണ് ഈ ഒരു ലെവൽസിൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് പമ്പ് ചെയ്യാനാണ് ചാൻസ്. വളരെ എന്താണ് ലോജിക്കലായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് 3 stars ഇൻ ദ സൗത്ത്. കാണാതെ പാടൊന്നും പഠിക്കേണ്ട നെയിംസ് നിങ്ങൾ ലോജിക്കൽ ട്രാൻസാക്ഷൻ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ വരുവാണ്, ദെൻ ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ക്യാൻഡിൽസിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുവാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇവിടെ നിന്ന് റിവേഴ്സ് ആകാൻ പോവുകയാണ്. ഇതാണ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ #6 3 stars ഇൻ ദ സൗത്ത്. വീഡിയോ ഓൾറെഡി 33 minutes ആയിട്ടുണ്ട്. ഐ തിങ്ക് ഈ ഒരു വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് മാത്രം കാണുക, അല്ലെങ്കിൽ ചേർത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ലീപ്പി ആയിരിക്കും. സോ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസിൻ്റെ 6 പാറ്റേൺസ്, അതിൽ 5 പാറ്റേൺസാണ് ഞാൻ എടുത്തത്. ബാക്കിയുള്ള ഒരു പാറ്റേൺ ട്വീസർ ബോട്ടംസ് ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ആണ്. നൗ ബുള്ളിഷ് കണ്ടിന്യൂഷൻ എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. എനിവേസ് നമുക്ക് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസിനെ പറ്റി പഠിക്കാം. ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ് 5 ഞാൻ എടുത്തായിരുന്നു, ഇൻക്ലൂഡിങ് ഞാൻ 6 ഉണ്ടായിരുന്നു, അതിൽ 5 മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസിൽ വരുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ബുള്ളിഷ് 3 ലൈൻ സ്ട്രൈക്ക്, റൈസിങ് 3 മെത്തേഡ്സ്, അതുപോലെ ബുള്ളിഷ് മാറ്റ് ഹോൾഡ്. ഇതിൽ
മൂന്ന് പാറ്റേൺസും വാലിഡ് ഒക്കെ തന്നെയാണ്, ബട്ട് സ്റ്റിൽ ലോജിക്കൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിനെ റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോഡി ടു വിക്ക് റേഷ്യോ അറിഞ്ഞിരിക്കണം. പ്രീവിയസ് വീഡിയോ ഓക്കെ ആണല്ലോ. നോ ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസിലേക്ക് കടക്കാം. ബുള്ളിഷ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു അപ് ട്രെൻഡിലായിരിക്കണം ഈ ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺസ് ഫോം ആവേണ്ടത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ നമ്മുടെ ബുള്ളിഷ് 3 ലൈൻ സ്ട്രൈക്ക്, 3 ബുള്ളിഷ് ക്യാൻഡിൽസ്. ഞാനൊരു വിക്സ് ഇപ്പോൾ കറൻ്റ്ലി മാർക്ക് ചെയ്യുന്നില്ല, കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ 3 ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോളോഡ് ബൈ ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ ഇതാണ് നമ്മുടെ ബുള്ളിഷ് 3 ലൈൻ സ്ട്രൈക്സ്. ഇവിടെയൊക്കെ വിക്ക് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആവാനുള്ള കാരണം വേറൊന്നുമല്ല, ജസ്റ്റ് പ്രൈസ് ഇപ്പോൾ മെഗളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മെഗളിലോട്ട് വന്നു, ഇപ്പോൾ 3 ക്യാൻഡിൽസ് ഉണ്ട്. 3 ക്യാൻഡിൽസിന് ശേഷം അടുത്തൊരു ക്യാൻഡിൽ നല്ലൊരു ബിഗ് റെഡ് ക്യാൻഡിലാകുന്നു. ഓബ്വിയസ്ലി ഇപ്പോൾ ഡൗട്ട് തോന്നും, എന്തുകൊണ്ട് ഇത്ര വലിയൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് പോലും എന്താണ് ഈ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ 3 ക്യാൻഡിൽ, ഈ ഒരു 3 കൺസിക്യൂട്ടീവ് ക്യാൻഡിൽ ഹെൽത്തി ക്യാൻഡിലായിരിക്കണം, നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നമ്മുടെ SMCയിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ലിക്വിഡിറ്റി ഗ്രാബിങ്. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇതിനെ കൺഫേം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓരോ ലോസിലും ഹൈസിലും ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു പോകാം, ലിക്വിഡിറ്റി ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു വലിയൊരു ബെയറിഷ് മൂവ്മെൻറ്റ് നടത്തുന്നത്. നടത്തിയതിന് ശേഷം എന്ത് പറ്റും, മാർക്കറ്റ് തിരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നാണ് ഒരു കൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നേരത്തെ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പറഞ്ഞു തന്നില്ല, അത് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലല്ലേ ഈ ഫോം ആയേക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പാറ്റേൺ ആക്ച്വലി പേഴ്സണലി ഈ പറയുന്ന ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺസ് ഞാൻ ട്രേഡ് ചെയ്യാറില്ല, എക്സെപ്റ്റ് ദ റൈസിങ് 3 മെത്തേഡ്സ്. അത് മാത്രമുണ്ട് നമുക്ക് കുറച്ച് വർക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഞാൻ ആക്ച്വലി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസേ ട്രേഡ് ചെയ്യാറില്ല, ആക്ച്വലി സൈക്കോളജി യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈസിങ് 3 മെത്തേഡ്സ് മാത്രമായിരിക്കും. ബിക്കോസ് നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ചത് കറക്റ്റ് തന്നെയാണ്, ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്, ബെയറിഷ് എൻഗൾഫിംഗ്. ഇത് വർക്കാവാനുള്ള ചാൻസും വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നല്ലൊരു വിൻ റേറ്റ് ഇത് തന്നിരിക്കും. ഓക്കെ എനിവേസ് അതാണ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ #1 ബുള്ളിഷ് 3 ലൈൻ സ്ട്രൈക്ക്. രണ്ടാമത് നമുക്കുള്ളത് റൈസിങ് 3 മെത്തേഡ്സ് ആണ്. ഇതും ആക്ച്വലി ഒരു ഈസി ടൈപ്പാണ്. ഇതൊരു പ്രസൻറ്റേഷന് കാണിക്കേണ്ടതാണ്. പിന്നെ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ഷൈനി ആക്കേണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് റോ ആയിട്ട് ഇതിൽ തന്നെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ഒരു അപ്പീലിംഗ് ആയിരിക്കും ട്രേഡിംഗ് വ്യൂ എന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇതാകുമ്പോഴേ, അതുകൊണ്ടാണ് ഇത് എഴുതുക. ഓക്കെ സോ ഇതാണ് നമ്മുടെ റൈസിങ് 3 മെത്തേഡ്സ്. ഒരു കാണാത്ര അപ്പീലിംഗ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഒരു ബിഗ് ബുള്ളിഷ് ക്യാൻഡിൽ, 3 സ്മോൾ ബെയറിഷ് ക്യാൻഡിൽ, പിന്നെ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു N മോഡലിലായിരിക്കും ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ ട്രേഡിംഗ് വേണ്ടി ഒരു ബഗ്ഗാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം അതിലേക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. എനിവേസ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബുള്ളിഷ് ക്യാൻഡിൽ, നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന അപ് ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അത് കഴിഞ്ഞു വളരെ വീക്കായിട്ടുള്ള 3 ബെയറിഷ് ക്യാൻഡിൽ, അതായത് ബയേഴ്സിന് സ്ട്രെങ്ത് ചെയ്യില്ലെന്നാണ് അതിൻ്റെ അർത്ഥം, ഫോളോഡ് ബൈ എ ബിഗ് ബുള്ളിഷ് ക്യാൻഡിൽ. അതിൻ്റെ അർത്ഥം ബയേഴ്സ് സ്ട്രോങ് ആണ്, സെല്ലേഴ്സ് വീക്കാണ്, തിരിച്ച് ബയേഴ്സ് സ്ട്രോങ് ആണ്. ഓബ്വിയസ്ലി മാർക്കറ്റ് പമ്പ് ആവണമല്ലോ. അതാണ് ഈ ഒരു റൈസിങ് 3 മെത്തേഡ്സിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത്, പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് ഈസിയാണ്. പിന്നെ ആക്ച്വൽ മാർക്കറ്റിൽ അത് കണ്ടുപിടിക്കാൻ മേ ബി കുറച്ച് പാടായിരിക്കും, അത് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഈ പറയുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക്സ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഇതിൻ്റെ സൈക്കോളജി മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നാച്ചുറലി മനസ്സിലാവണം ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങളിത് പഠിച്ച് നാളെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കോപ്പി എടുത്ത് വെച്ചിട്ട് മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അതൊരിക്കലും ഇവിടെ പഠിപ്പിക്കത്തുമില്ല. ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബുള്ളിഷ് മാറ്റ് ഹോൾഡാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോളോഡ് ബൈ സ്മോൾ ബെയറിഷ് ക്യാൻഡിൽ. സ്മോൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എങ്ങനെയാവാം, ഇപ്പോൾ ഇങ്ങനെയാവാം, വളരെ ചെറിയ ക്യാൻഡിലാവാം, കുറച്ചും കൂടി വലുതാവാം. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വൈസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഫോളോഡ് ബൈ അനദർ ബുള്ളിഷ് ക്യാൻഡിൽ. ഇതാണ് ബുള്ളിഷ് മാറ്റ് ഹോൾഡ്. ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നേരത്തെ പറഞ്ഞ സെയിം ആണ്. സ്ട്രോങ് ബയേഴ്സ്, വീക്ക് സെല്ലേഴ്സ്, അഗെയിൻ സ്ട്രോങ് ബയേഴ്സ്. സോ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ചാൻസ്.
വളരെ സിമ്പിളാണ്. ഇതൊക്കെ കണ്ടിന്യൂഷൻ പാറ്റേൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ലോജിക്കൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബെയറിഷ് സെഗ്മെൻ്റ് ആണ്. ബെയറിഷിൽ റിവേഴ്സലുണ്ട്, കണ്ടിന്യൂഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ആണ്. സോ ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ എടുത്ത് പോകുന്നതേ ഉള്ളൂ. റിവേഴ്സലായിരിക്കും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ ബെയറിഷ് സെഗ്മെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ഹാങ്ങിങ് മാൻ. ഹാമറിൻ്റെ നേരെ ബെയറിഷ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നേരത്തെ ഹാമറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചത്. ഒരു റിലേറ്റീവ്ലി ഒരു ചെറിയ ബോഡി, ദെൻ ഒരു റിലേറ്റീവ്ലി വലിയ വിക്ക്. ഇതാണ് നമ്മൾ നേരത്തെ ഹാമറിൽ കാണിച്ചത് അല്ലേ. ഇതേ സെയിം ഓർഡറിലാണ് നമ്മളുടെ ഹാങ്ങിങ് മാൻ ഉള്ളത്. ബട്ട് ഇതൊരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് എ ബുള്ളിഷ് ക്യാൻഡിൽ. സോ നേരത്തെ നമ്മളൊരു ബുള്ളിഷ് ക്യാൻഡിലാവണമെന്നാണ് പറഞ്ഞത്. ബട്ട് ഇപ്പോൾ ഈ ഒരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്നത് ഹാങ്ങിങ് മാൻ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് ആണ്. ഞാൻ ഒരു അപ് ട്രെൻഡിലായിരിക്കും ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വരുന്നത്. ദെൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് റിവേഴ്സായി പോകും എന്നാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ നിന്നും ക്ലോസ് ആവുന്നത് ഇവിടെ നിന്നും വേണം നമുക്കറിയാം. ഓക്കെ, ടോപ്പിൽ നിന്ന് ഓപ്പൺ ആവും, ബോട്ടമിൽ നിന്ന് ക്ലോസ് ആവും. ഇത്രയും നേരം മാർക്കറ്റിനെ പമ്പ് ചെയ്യുന്നത്. അഗെയിൻ ഈ ഒരു സ്പേസ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ 22 മിനിറ്റ്സിലേക്ക് ഒന്ന് പോവുക. ബിക്കോസ് ആ ഒരു ടൈമിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എനിവേസ് ഒരു അപ് ട്രെൻഡിൽ ഇത്ര നേരം ബയേഴ്സ് ബൈ ചെയ്തിരുന്ന ഒരു അപ് ട്രെൻഡിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ടായി. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ടായി ഓൾ ദ വേ ഡൗൺ ഇവിടെ വരെ വന്ന് ഡംപ് ചെയ്തു. പിന്നെ ബയേഴ്സ് സ്വാഭാവികമായിട്ടും തിരിച്ചു കയറി. ബട്ട് അഥവാ ബയേഴ്സ് പവർഫുൾ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ലീവ് ചെയ്തിട്ട് പോയി, അതിനെ അങ്ങോട്ട് ടേക്ക് ചെയ്തിട്ട് പോയിക്കൂടായിരുന്നു. സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ സെല്ലേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ലേ. അതുപോലെ ബയേഴ്സിന് ഒട്ടും സ്പോട്ട് വിട്ടുകൊടുക്കാതെ എന്താണ് സെല്ലേഴ്സ് ഡംപ് ചെയ്തത്. സോ സെല്ലേഴ്സിന് അതിൽ ക്യാഷ് ഉണ്ട്, സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവാൻ വില്ലിങ് ആണ്. ദെൻ സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെയർഫോർ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആകും എന്നാണ് പറയുന്നത്. എല്ലാ സ്ട്രാറ്റജിയും പോലെ തന്നെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇതിനെ എടുക്കാതെ ഒരു സപ്ലൈ സോണിൽ ഇത് വരികയാണ് എങ്കിൽ നമുക്കിത് ആഡഡ് കൺഫർമേഷനായിട്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ആക്യുറസി കിട്ടും, അത് കുറച്ചുകൂടി ലോജിക്കലായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ ബ്ലൈൻഡ് എൻട്രി. ഓക്കെ, സോ എനിവേസ് ഇങ്ങനെ ഒരു ഹാങ്ങിങ് മാൻ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, സോ ഇത്ര നേരം ഉണ്ടായിരുന്ന ബയേഴ്സിൻ്റെ പവർ കുറഞ്ഞു. ദെൻ ഓബിയസ്ലി മാർക്കറ്റ് അവിടെ നിന്ന് ഡംപ് ആവാനാണ് ചാൻസ്. ഇതാണ് ഹാങ്ങിങ് മാൻ. ഹാങ്ങിങ് മാൻ്റെ നേരെ തൊട്ട് താഴോട്ട് ഇത് കൊണ്ടുവരുമ്പോൾ നമുക്കാവും ഷൂട്ടിംഗ് സ്റ്റാർ. നമ്മുടെ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ നേരെ ബെയറിഷ് ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കുറച്ചും കൂടി ലോജിക്കലാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൽ നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന ഇവിടെ ആയിരിക്കും, ക്ലോസ് ആവുന്ന ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ ഒരു അപ് ട്രെൻഡിൽ ഒരു അപ് ട്രെൻഡിൽ നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കിട്ടില്ല. ഉടനെ എന്ത് പറ്റി, ബയേഴ്സ് സ്വാഭാവികമായിട്ടും പമ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇപ്പോൾ നമുക്കത് മനസ്സിലായി ഇപ്പോൾ ഇത് ബുള്ളിഷാണ്, മാർക്കറ്റ് ഇനിയും തിരിച്ചു പോവുകയാണ്. ബട്ട് ഇത്രയും നേരം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിൽ ഒരു $100,000 കൊണ്ടിട്ടാണ് ബയേഴ്സ് ഇത്രയും പമ്പ് ചെയ്തതെന്ന് വിചാരിക്കുക. അതേ 100,000 ലിക്വിഡിറ്റി യൂസ് ചെയ്ത് സെല്ലേഴ്സ് ഡംപ് ചെയ്യുകയും ചെയ്തു. സെല്ലേഴ്സിൻ്റെ ഇഷ്ടത്തിന് മാർക്കറ്റിനെ ബെയറിഷായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഇത്ര നേരം ഉണ്ടായിരുന്ന ബയേഴ്സിനെക്കാട്ടി സ്ട്രോങ് ആണ് സെല്ലേഴ്സിൻ്റെ പവറും അവർ പ്രൂവ് ചെയ്തു. ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഈ ഒരു അപ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് താഴോട്ട് പോകാനാണ് ചാൻസ്. മനസ്സിലായില്ല? ആ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മളുടെ ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. നെക്സ്റ്റ് വരുന്നത് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് ആണ്. നേരത്തെ ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ സെയിം ഓപ്പോസിറ്റ്. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനൊക്കെ നിങ്ങൾ ആക്ച്വലി കാണാതെ പഠിക്കേണ്ടതാണ്. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കാണാതെ പഠിക്കേണ്ടതാണ്. അല്ലാതെ ഈ എൻഗൾഫിങ് വന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഓക്കെ, അത് ആക്ച്വലി വെറും സ്റ്റുപ്പിഡാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ലൈക്ക് ദിസ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ സെയിം അതിൻ്റെ ബുള്ളിഷിൻ്റെ സെയിം ഓപ്പോസിറ്റാണ്. ഇതൊരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അപ് ട്രെൻഡിലാണ് ഇത് വരുന്നത്. സോ ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് പമ്പ് ചെയ്താൽ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും ഇപ്പോൾ ഒരു സ്ട്രോങ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ് മാർക്കറ്റിലുള്ളതെന്ന്. നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിയപ്പോഴോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ ഫോം ആണ് വിത്ത് സ്മോൾ വിക്ക്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കോമ്പറ്റീഷനേ ഇല്ല. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു വിക്ക് വരത്തില്ലേ? അപ്പോൾ കോമ്പറ്റീഷനേ ഇല്ലാത്ത സെല്ലേഴ്സ് ഏറ്റവും സ്ട്രെങ്ത് ആർജിക്കുന്ന ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലിനെക്കാട്ടി വലിയൊരു പാറ്റേൺ ആയിരിക്കും. അതുപോലെ വിക്ക് ചെറുതായിരിക്കും, ബോഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഇത്ര നേരം ഉണ്ടായിരുന്ന ബയേഴ്സിനെക്കാട്ടിലും സ്ട്രെങ്തി ആയിട്ടുള്ള സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. ദെർഫോർ മാർക്കറ്റിന് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നതിന് ടീസർ ടോപ്പ് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ടീസർ ബോട്ടം പോലെ നമുക്കിത് അത്ര വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അല്ല. ഓക്കെ, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത് വേറെ ഒന്നുമല്ല.
ബയേഴ്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് സെല്ലേഴ്സ് എത്തിക്കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെക്കാട്ടി സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. കൈൻഡ് ഓഫ് ന്യൂട്രലാണത് എൻ്റെ ഒരു ഫൈൻഡിങ്സിൽ. ഞാൻ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് ഒരുപാട് റീസെർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്, സോ എനിക്കറിയാം. ഓക്കെ, എനിവേസ് സോറി ഫോർ ദാറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഈവനിങ് സ്റ്റാർ. നമ്മുടെ മോർണിംഗ് സ്റ്റാർ രാവിലെയാണ് വരുന്നതെങ്കിൽ ഇത് വൈകുന്നേരമാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്, പറഞ്ഞുതരാം. സോ നമ്മുടെ ഈവനിങ് സ്റ്റാറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഓപ്പോസിറ്റ്. ഞാൻ എല്ലാം ഒന്നും കൂടി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, സോ നേരത്തെ പറയുന്നത് ഒരു അപ് ട്രെൻഡിലായിരിക്കും ഇത് വരുന്നത്. അപ് ട്രെൻഡിൽ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ ഓബ്വിയസ്ലി ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ബുള്ളിഷ് കണ്ടിന്യൂഷൻ ആയിരിക്കും, തിരിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ലോജിക്ക്. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട്, അപ്പോൾ എല്ലാവരും ബുള്ളിഷാണ്, തൊട്ടപ്പുറത്ത് ഒരു ഡോജി ക്യാൻഡിൽ വരുന്നുണ്ട്. ഡോജി ക്യാൻഡിൽ എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ചെറുതായിട്ട്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഒരു ഡോജി ക്യാൻഡിൽ വരുവാണ്. ഉടനെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു അപ് ട്രെൻഡിൽ ഒരു പോസ് വന്നു. സോ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ബ്രേക്ക് ചവിട്ടി ഇപ്പോൾ നിർത്തിയേക്കുവാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ റിവേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാം. ഓക്കെ, സോ അതുപോലെ ഇപ്പോൾ ഡോജി ക്യാൻഡിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയേക്കുവാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും മാർക്കറ്റ് ഇതാ റിവേഴ്സ് ഗിയർ ഇട്ടു. തൊട്ടപ്പുറത്ത് ഒരു ബെയറിഷ് ക്യാൻഡിൽ. അതിനർത്ഥം എന്താണ്, മാർക്കറ്റ് ഇത്ര നേരം ഫ്രണ്ടിലോട്ട് ഓടിക്കുന്ന മാർക്കറ്റ് ബ്രേക്ക് ചവിട്ടി ഇപ്പോൾ റിവേഴ്സ് ഇട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നേരം ഉണ്ടായിരുന്ന ബയേഴ്സ് പെട്ടെന്ന് അവരുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ടെമ്പററി ആയിട്ട് പോസ് ചെയ്യപ്പെടുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്തോ തടസ്സമുണ്ട്. ആ തടസ്സമാണ് സെല്ലേഴ്സ്. സോ അവിടെ സെല്ലേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു വലിയ ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണ്. ഇതിൻ്റെ ഇതായിട്ട് നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് പറയാൻ പറ്റും. ഇതാണ് ഈവനിങ് സ്റ്റാറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് അഡ്വാൻസ് ബ്ലോക്ക്. കുറച്ചുകൂടി നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള നെയിമാണ് അഡ്വാൻസ് ബ്ലോക്ക്. നമ്മുടെ 3 സ്റ്റാർസ് ഇൻ സൗത്തിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. ഈ അഡ്വാൻസ് ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും, പക്ഷേ അങ്ങനെ അതുമായിട്ടൊന്നും ഇതിന് ഒരു ബന്ധമില്ല. ജസ്റ്റ് ഒരു റാൻഡം നെയിം ആരോ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സംവാട്ട് ലൈക്ക് ഇങ്ങനെ ഇരിക്കും അഡ്വാൻസ് ബ്ലോക്ക്. ഇങ്ങനെ ഇരിക്കും. ചെറുതായിട്ടൊരു ട്രെൻഡ് ലൈനൊക്കെ മതി. ഓക്കെ, ഇതാണ് അഡ്വാൻസ് ബ്ലോക്ക്. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വേറൊന്നുമല്ല, നമ്മളൊരു അപ് ട്രെൻഡിലാണ് ഇത് വരുന്നത്. അപ് ട്രെൻഡിൽ വന്നതിന് ശേഷം ഇതൊരു വലിയ ക്യാൻഡിലായിരിക്കും. തൊട്ടപ്പുറത്ത് ഇല്ല പ്രോട്ടീൻ കുറഞ്ഞു വരുന്നതെന്ന് പറയത്തില്ല, അതുപോലെ വളരെ ശോഷിച്ചൊരു ക്യാൻഡിലായിരിക്കും. തൊട്ടപ്പുറത്ത് അടുത്തൊരു ശോഷിച്ചൊരു ക്യാൻഡിലായിരിക്കും. സോ ഇവിടെ അപ് ട്രെൻഡിൻ്റെ പവർ നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ബെയറിഷ് റിവേഴ്സൽ പാറ്റേണിൻ്റെ അഡ്വാൻസ് ബ്ലോക്കിൻ്റെ അർത്ഥം. ഇതൊക്കെ വളരെ ഈസിയാണ്, നിങ്ങളൊന്നും പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലോജിക്കൽ പ്രൈസ് ആക്ഷനിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. ബുള്ളിഷ് കണ്ടിന്യൂഷന് നേരെ ഓപ്പോസിറ്റാണ് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺസ്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ബെയറിഷ് 3 ലൈൻ സ്ട്രൈക്ക്. വളരെ ചുരുക്കി പറഞ്ഞുതരാം, ഇതൊരു ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. ആദ്യം തന്നെ 3 ബെയറിഷ് ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ആവും. അത് കഴിഞ്ഞൊരു ബുള്ളിഷ് ക്യാൻഡിൽ, വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവും. ഇതാണ് ബെയറിഷ് 3 ലൈൻ സ്ട്രൈക്ക്. ഇതിൻ്റെ ലോജിക്ക് വേറൊന്നുമല്ല, 3 സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഷോർട്ട് ക്യാൻഡിൽസ് ഫോം ആവുകയാണ്. ഫോം ആയതിനു ശേഷം ഇവിടെ വരുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് പ്രൈസ് മുകളിലോട്ട് പോവുകയാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ നിന്ന് റിവേഴ്സിലാവുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. അല്ലാതെ ഇത് മാത്രം കാണുകയാണെങ്കിൽ ആക്ച്വലി ഇത് കണ്ടിന്യൂഷൻ പാറ്റേൺ അല്ല. ബിക്കോസ് ഇത് മാത്രം നോക്കിയേ, ഈ ഒരു ഏരിയ മാത്രം നോക്കി, ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലല്ലേ, തീർച്ചയായിട്ടും ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇത്. സോ അവിടെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടിന്യൂഷൻ പാറ്റേൺ ആവും? ആക്ച്വലി ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം ഇത് എൻട്രി എടുക്കാൻ. ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അൺവർത്തി ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് സോറി ഫോർ ദാറ്റ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ബെയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഫാളിംഗ് 3 മെത്തേഡ്സ്. നമ്മൾ നേരത്തെ റൈസിങ് 3 മെത്തേഡ്സിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് ഫാളിംഗ് 3 മെത്തേഡ്സ്. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വേറെ ഒന്നുമല്ല, ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇതൊരു ഡൗൺ ട്രെൻഡിലായിരിക്കും ഫോം ആവുന്നത്. ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് വരുന്നത്, ഫോളോഡ് ബൈ വളരെ വീക്കായിട്ടുള്ള ബൈയിങ്, ഫോളോഡ് ബൈ അനദർ സ്ട്രോങ് സെല്ലിങ്, കൈൻഡ് ഓഫ് എൻ പാറ്റേൺ.
ഐ മീൻ ഇൻവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എൻ പാറ്റേൺ വേറൊന്നുമല്ല. സ്ട്രോങ് സെല്ലേഴ്സ്, വീക്ക് ബയേഴ്സ്, സ്ട്രോങ് സെല്ലേഴ്സ് ഈസ് ഈക്വൽ ടു കണ്ടിന്യൂവേഷൻ. അത്രയേ ഉള്ളൂ. ഇതാണ് ഫാളിംഗ് ത്രീ മെത്തേഡ്സ്. കറക്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കും നമ്മളുടെ ബെയറിഷ് മാറ്റ് ഹോൾഡ്, നമ്മുടെ ബുള്ളിഷ് മാറ്റ് ഹോൾഡിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ്, വീക്ക് ആയിട്ടുള്ള ബയേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ്. ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാൻ പഠിക്കണം. ഇത് ബെയറിഷ് മാറ്റ് ഹോൾഡ് വന്നു, നമുക്കിനി സെല് ചെയ്യാം അങ്ങനെ പറയാതെ ഓക്കെ ബെയറിഷ് മാറ്റ് ഹോൾഡ് വന്നു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നു, സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ, വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ, ഇങ്ങനെ വളരെ ലോജിക്കലായിട്ട് പ്രൈസ് ആക്ഷനെ റീഡ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സോ അതായിരിക്കും നമുക്കിനി വരുന്ന വർക്ക്ഷോപ്സിലൊക്കെ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ മറക്കും. ഓക്കെ, സോ എനിവേസ് നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു സെഗ്മെൻറ്റാണ് ന്യൂട്രൽ ക്യാൻഡിൽസ്. ന്യൂട്രൽ ക്യാൻഡിൽസ് വേറൊന്നുമല്ല, അതിൽ ബോഡി കാണത്തില്ല, മോസ്റ്റ്ലി വിക്ക് മാത്രമേ കാണത്തുള്ളൂ. ലൈക്ക് ഇത് പിന്നെ ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ബോഡി കാണത്തില്ല, വിക്ക് മാത്രം ഇരിക്കും. ഇതിനർത്ഥം അവിടെ ബയേഴ്സും ഇല്ല സെല്ലേഴ്സും ഇല്ല എന്നാണ്. ഓക്കെ, സോ നമ്മൾ ന്യൂട്രൽ ക്യാൻഡിൽസിൽ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. 1 ഡോജി, 2 ഗ്രേവ് സ്റ്റോൺ ഡോജി, 3 ഡ്രാഗൺ ഫ്ലൈ ഡോജി. ന്യൂട്രൽ ക്യാൻഡിൽസിലെ ഫസ്റ്റ് ഡോജി എന്ന് പറയുന്നത് ഒരു പ്ലസ് പോലെ ഇരിക്കും, വിത്ത് വിക്സ് ഓൺലി, ക്യാൻഡിൽസ് കാണത്തില്ല, ബോഡി കാണത്തില്ല. രണ്ടാമത് വരുന്നത് ഗ്രേവ് സ്റ്റോൺ ഡോജി. അതെന്ന് പറഞ്ഞാൽ വലിയൊരു അപ്വേർഡ് വിക്കും താഴെ ഒരു ചെറിയൊരു വിക്ക് ബേസും ആയിരിക്കും. പിന്നെ മൂന്നാമത് വരുന്നത് ഡ്രാഗൺ ഫ്ലൈ ആണ്. അതും ഇങ്ങനെ T ഷേപ്പിലിരിക്കും. ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, സെല്ലേഴ്സ് ബയേഴ്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ തന്നെ നിർത്തി. ആരൊക്കെ അങ്ങോട്ടും മേടിക്കാൻ പോയാൽ ഇങ്ങോട്ടും മേടിക്കാൻ പോയാൽ മേ ബി ഒരാൾ അങ്ങോട്ട് പമ്പ് ചെയ്തു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, ഇവിടെ വരെ പമ്പ് ചെയ്തു, അതുപോലെ തിരിച്ച് സെല്ലേഴ്സ് ഡംപ് ചെയ്തു. പിന്നെ അപ്പോൾ നിങ്ങൾ ഒരു സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് വിക്കിൽ ഒതുക്കി അവർക്ക് ബോഡി ഉണ്ടാക്കി താഴോട്ടേക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആരും ഇല്ല ആക്ച്വലി. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ 3 ടൈപ്പ് ഓഫ് ഡോജിയുടെ അർത്ഥം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നത്. ആദ്യം ഡോജിയൊക്കെ നമുക്ക് വളരെ അത്യാവശ്യം വരുന്ന ഒരു ടൂളാണ്, ഐ മീൻ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. എനിവേസ് നിങ്ങളുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസിൻ്റെ പാർട്ട് 2 കഴിഞ്ഞു. മേ ബി ലൈവ് സെഷനിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും, പാർട്ട് 3, അല്ലെങ്കിൽ പാർട്ട് 3 ആയിട്ട് ഇതിനെ ഒന്നുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്യും ഫോർ ലോജിക്കൽ പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ്. എന്തായാലും ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസിൽ ആ ഒരു എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് വൈസുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ലോജിക്കൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. ഞാൻ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണിച്ചു തന്നില്ല. സോ എക്സാമ്പിൾസ് കാണിക്കാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. ഇത് കണ്ടോ, ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്, വീക്ക് ബെയറിഷ്, സ്ട്രോങ് ബുള്ളിഷ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ചെറിയൊരു ബെയറിഷ്, വലിയൊരു ബുള്ളിഷ്, ദെൻ കണ്ടിന്യൂവേഷൻ, ദെൻ പിന്നെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, ഒരുപാട് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു മോർണിംഗ് സ്റ്റാറാണ്, ബുള്ളിഷാണ്, ബട്ട് ഇതൊരു അപ് ട്രെൻഡിലാണ് വന്നത് ആക്ച്വലി, അതുകൊണ്ട് ഇത് വാലിഡ് അല്ല. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ട് മോർണിംഗ് സ്റ്റാർ. ഇത് കണ്ടോ, ഇവിടെ അത് വർക്കായി, തിരിച്ച് കയറി മാർക്കറ്റ്. പിന്നെ വളരെ ഈസിയാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫോർ മീ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഈവനിങ് സ്റ്റാറാണ്. കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും നോക്കണ്ട, ആക്ച്വലി ഇതൊരു ഈവനിങ് സ്റ്റാറാണ്, മാർക്കറ്റ് ഡൗൺ ആയത് കണ്ടോ. പിന്നെ ഇതൊരു ഈവനിങ് സ്റ്റാറാണ്. ഇത് കണ്ടോ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഈവനിങ് സ്റ്റാർ അല്ല, എനിവേസ് ഡംപ് അവിടെ നടന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സലിൽ ഈ ഒരു ഈവനിങ് സ്റ്റാർ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. കണ്ടോ ഒരു ഈവനിങ് സ്റ്റാർ, പെർഫെക്റ്റ് ഈവനിങ് സ്റ്റാർ എന്ന് പറയാൻ പറ്റും. താഴെ പോയതുണ്ടോ മാർക്കറ്റ്. ഈവനിങ് സ്റ്റാറിലൊക്കെ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈവനിങ് സ്റ്റാറിൻ്റെ ലോ മാർക്ക് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹൈസിൻ്റെ മുകളിൽ വയ്ക്കും. ടാർഗറ്റ് 1:1 അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ മെയിൻ എൻട്രി. 1:1 ആയിരിക്കും മെയിൻ എൻട്രി, അല്ലെങ്കിൽ 1:2 വെക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ വെക്കും. ഇങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്. ഈ ഒരു ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് ഞാൻ ലൈവായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ കാണിക്കാം, റീപ്ലേ മോഡ് യൂസ് ചെയ്തിട്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇത് കണ്ടോ, ഒരു ഈവനിങ് സ്റ്റാർ, ഇതൊരു ഈവനിങ് സ്റ്റാറാണ്. പിന്നെ ഇതൊരു ഈവനിങ് സ്റ്റാറാണ്. അതുകൊണ്ട് ഒരുപാടുണ്ട് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ. മിക്കവാറുള്ള റിവേഴ്സിൽ ഇത് കാണും. ഓക്കെ, കണ്ടോ മോർണിംഗ് സ്റ്റാർ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എക്സാമ്പിൾസൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ലൈവ് ബാക്ക് ടെസ്റ്റ് ഞാൻ ലൈവ് മാർക്കറ്റിൽ കാണിച്ചെന്നില്ല, ബിക്കോസ് ലോജിക്കൽ പ്രൈസ് ആക്ഷൻ ആയിരിക്കും നമുക്ക് ഇനി ആവശ്യം വരുന്നത്. ഇതൊന്നും ഒരു യൂസ്ഫുൾ ആയിരിക്കത്തില്ല. ഓക്കെ, ശരിയാസ്, അതുകൊണ്ടാണ് ഇത് കാണിച്ചിടാത്തത്. നിങ്ങൾക്ക് ലൈവ് ബാക്ക് ടെസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എസ്പെഷ്യലി നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ 22 മിനിറ്റിൽ ഒന്നുകൂടി പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കിട്ടും. അവിടെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എനിവേസ് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിയർലി 54 മിനിറ്റാണ് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് പറഞ്ഞു പോകുന്നു, ബിക്കോസ് അല്ലെങ്കിൽ ഇതൊരു 1.5 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആയിപ്പോകും. സോ എനിവേസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.